ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് മുതൽ KAS വരെയുള്ള പരീക്ഷകൾക്കായി രാപ്പകലില്ലാതെ പഠിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുള്ള നാടാണ് നമ്മുടെ കേരളം. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഈ യുവതലമുറ അറിയേണ്ട ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? 24 കോടിയിലധികം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശോ അതോ വമ്പൻ ഭരണ സംവിധാനമുള്ള മഹാരാഷ്ട്രയോ അല്ല, അത് നമ്മുടെ കൊച്ചു കേരളമാണ്. അതും പരീക്ഷാ ക്രമക്കേടുകളും റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്ന് ജോലി കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരും തുടർച്ചയായി വാർത്തകളിൽ നിറയുമ്പോൾ കേരള PSCയിലെ അംഗങ്ങളുടെ എണ്ണം, അവർ വാങ്ങുന്ന ലക്ഷങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും, രാഷ്ട്രീയ നിയമനങ്ങൾ, ഭരണഘടന അവർക്ക് നൽകുന്ന സുരക്ഷാ കവചം, പിന്നെ തുടർച്ചയായി കേൾക്കുന്ന പരീക്ഷാ ക്രമക്കേടുകൾ, ഇതൊന്നും അറിയാതെ പോകരുത്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇനിയും നിശബ്ദരായിരിക്കരുത്. കേന്ദ്രതലത്തിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSCയിൽ ചെയർമാനെ കൂടാതെ പരമാവധി 10 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ PSC അംഗങ്ങളുടെ എണ്ണം 6 മുതൽ 8 വരെ മാത്രമാണ്. എന്നാൽ കേരളത്തിലോ ഒരു ചെയർമാനും 20 അംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 21 അംഗങ്ങൾ. ഇത്രയും ചെറിയ ഒരു സംസ്ഥാനത്ത് ഡിജിറ്റലൈസേഷനും ഓൺലൈൻ അപേക്ഷാ രീതികളും നിലവിൽ വന്ന ശേഷവും എന്തിനാണ് 21 PSC അംഗങ്ങൾ എന്ന ചോദ്യം ദീർഘകാലമായി ഉയരുന്നതാണ്. മുൻകാലങ്ങളിൽ 9ഉം 13ഉമായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഘട്ടം ഘട്ടമായാണ് ഉയർത്തി 21-ലെത്തിച്ചത്. എന്തുകൊണ്ടാണ് PSC അംഗമാകാൻ ഇത്രയധികം രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. അതിശയിപ്പിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഒരു PSC അംഗത്തിന് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ചേർത്ത് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ തുകയാണ് കിട്ടുന്നത്. അടിസ്ഥാന ശമ്പളവും DAയും HRAയും ചേർത്ത് ഒരു മാസം 4 ലക്ഷത്തിലധികം രൂപ. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, PA, സ്വകാര്യ മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, ഫസ്റ്റ് ക്ലാസ് യാത്രാ ആനുകൂല്യങ്ങൾ, ആജീവനാന്ത പെൻഷൻ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഭരണഘടന അനുസരിച്ച് PSC അംഗങ്ങളുടെ പകുതി പേർ സർക്കാർ സർവീസിലുള്ള പ്രഗത്ഭരായിരിക്കണം, ബാക്കി പകുതി പേർ വിദഗ്ധരായിരിക്കണം. ഇത് ചട്ടമാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഭരണമുന്നണികളിലെ രാഷ്ട്രീയ കക്ഷികളുടെ കോട്ട അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം നിയമനങ്ങളും നടക്കുന്നത്. മുന്നണി രാഷ്ട്രീയത്തിലെ പാരിതോഷികമായും പുനരധിവാസ കേന്ദ്രമായും PSC അംഗത്വത്തെ മാറ്റുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത്രയധികം തുകയും ആനുകൂല്യങ്ങളും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോഴും PSC പരീക്ഷകളുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവത്തിൽ പോലീസുകാരനാകാൻ പരീക്ഷ എഴുതിയ DYFI നേതാക്കൾ സ്മാർട്ട് വാച്ചും ബ്ലൂടൂത്തും ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് കോപ്പിയടിച്ച സംഭവം കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കേരളത്തിൽ നിരവധിയുണ്ടായി. പല വിധത്തിലുള്ള ചോദ്യപേപ്പർ ആവർത്തനങ്ങളും ചോർച്ച ആരോപണങ്ങളും പരീക്ഷാ പ്രക്രിയയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമെങ്കിലും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുകയും ചെയ്യുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ തെരുവിലേക്ക് തള്ളിയിടും. ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും എന്തുകൊണ്ടാണ് PSC അംഗങ്ങൾക്കെതിരെ എളുപ്പത്തിൽ നടപടിയെടുക്കാൻ സാധിക്കാത്തത്? അതൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഭരണഘടന നൽകുന്ന ആ സംരക്ഷണം വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 316 അനുസരിച്ച് ഗവർണറാണ് സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതുവരെയാണ്. ആർട്ടിക്കിൾ 317 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു PSC അംഗത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഗവർണർക്കോ നേരിട്ട് അധികാരമില്ല. അതാണ് ആർട്ടിക്കിൾ 317. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടോ തെറ്റായ പെരുമാറ്റമോ ഉണ്ടായെന്ന് തെളിഞ്ഞാൽ പോലും സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണത്തിന് ശേഷം രാഷ്ട്രപതിക്ക് മാത്രമേ ഒരു അംഗത്തെ പുറത്താക്കാൻ കഴിയൂ. ഈ ഉയർന്ന ഭരണഘടനാ സുരക്ഷ ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായാലും ഇവർ സുരക്ഷിതരായി തുടരുന്നത്. പഠിച്ചു പരീക്ഷ എഴുതി ഒരു ജോലി നേടാൻ കഷ്ടപ്പെടുന്ന ദരിദ്രരായ സാധാരണക്കാരൻ്റെ പ്രതീക്ഷയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന PSC. എന്നാൽ രാഷ്ട്രീയ നിയമനങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും അപ്പുറം PSCയുടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും കൃത്യമായ അക്കാദമിക് ഭരണ മികവുള്ളവരെ മാത്രം നിയമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനൊന്നും ആരും മെനക്കെടില്ല. ഒരു യുവജന സംഘടനകളും ഒരു വിദ്യാർത്ഥി സംഘടനകളും ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരം ചെയ്യില്ല. കാരണം അവരെ സമരത്തിനായി ഇറക്കി വിടുന്ന നേതാക്കളുടെ കണ്ണ്
ഇത്തരം സ്ഥാനങ്ങളിലേക്കായിരിക്കും. ഈ രാഷ്ട്രീയ വെള്ളാനകളെ തീറ്റിപ്പോറ്റാനാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ വിധി. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പ്രതിഷേധമെന്ന അക്രമം അഴിച്ചുവിടുന്നവർ ഇത്തരം നെറികേടുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ കേരളം പണ്ടേ നന്നാകുമായിരുന്നു.